AK അഭിലാഷ് അവിടെ തയ്യാറാണ്. ഗുഡ് ഈവനിങ് AK അഭിലാഷ്. തിരുവനന്തപുരത്ത് സുനിഷ വലിയ ആഘോഷത്തിലാണ്. അവിടെ മിഠായി തെരുവിൽ ഏത് ആഘോഷം വന്നാലും അവിടെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയില്ലെങ്കിൽ കോഴിക്കോട്ടുകാരുടെ ഓണമോ അല്ലെങ്കിൽ ഏത് വിശേഷ ദിവസമായാലും പൂർണ്ണമാകില്ല. ഇന്നെങ്ങനെയുണ്ട് കാഴ്ച? തിരക്കായോ? സുജിയ, ഒരു കാര്യം പറയാം. ആഘോഷം എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലാണ്, അത് കോഴിക്കോട്ടാണ്. ഞാൻ നിൽക്കുന്ന മിഠായി തെരുവിലാണ്. ഉത്രാടം വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഉത്രാടപ്പാച്ചിൽ നേരത്തെ തന്നെ തുടങ്ങി എന്ന് വേണം പറയാൻ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്നാണ്. ഇത്തവണത്തെ അത്തം കറുത്തുരുണ്ട അത്തമായിരുന്നു. അതുകൊണ്ട് ഓണം വെളുത്തത് തന്നെയായിരിക്കും എന്നതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ നമ്മുടെ തിരുവോണത്തിന് അന്ന് തന്നെയാണ് ഈ നബിദിനം കൂടി ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ കൂടി ഇവിടേക്ക് മിഠായി തെരുവിലേക്ക് എത്തുക കൂടി ചെയ്തു. ഇതാ നമുക്ക് മുന്നിൽ ഇതാ ഓണത്തപ്പനുണ്ട്, അതായത് ഓണപ്പൊട്ടനാണ്. ഇതാ നോക്കുക, കുരുത്തോലയും അതോടൊപ്പം തന്നെ കൊടയും അതോടൊപ്പം തന്നെ ഇതാ കൈത നാര് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന താടിയും ഒക്കെയുള്ള ഓണത്തപ്പനാണ്. ഇതാ ഓണത്തപ്പൻ ഇതാ നമുക്ക് മുന്നിലുണ്ട്. ഓണത്തപ്പൻ സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അതാ ഓണപ്പൊട്ടനാണ്. ഇത് മലബാറിലെ സാധാരണഗതിയിൽ ഈ ഉത്രാട ദിനത്തിലും അതോടൊപ്പം തന്നെ തിരുവോണ ദിനത്തിലും വീടുകളിലെത്തി അവിടെ അനുഗ്രഹം ചൊരിയുന്ന ഓണത്തപ്പനാണിത്. ഓണപ്പൊട്ടൻ എന്ന് നമ്മളിവിടെ പറയും. ഏതായാലും വലിയ തരത്തിൽ ഓണപ്പൊട്ടനെയൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ രഞ്ജിത്ത് പോയി വിശാലമായി തന്നെ അത് കണ്ടിട്ടുണ്ട്. കുറെ ട്രെൻഡ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ അഭിലാഷ്? വീട്ടിലേക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ? തീർച്ചയായിട്ടും ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ എടുക്കുന്ന പതിവില്ല സാധാരണഗതിയിൽ. സാധാരണ 2 ദിവസം മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ എടുക്കുക. ഇന്നും നാളെയും ഒക്കെ ആയിട്ടാണ് സാധാരണ ഇതിൽ എടുക്കുക. അത് വീട്ടിലുള്ള ആളുകൾ ഇതാ നോക്കൂ, പുത്തൻ ഡിസൈനിലുള്ള സാധനങ്ങളാണുള്ളത്. ഇതാ കുഞ്ഞടക്കമുള്ളത്. സാധനമൊക്കെ എടുത്തോ? ഓണക്കോടി എടുത്തില്ലേ? എടുത്തോ? എന്താ അടുത്ത്? ബ്ലൗസ്. ഇതാ നോക്കൂ, ഇതാ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇതാ ഈ കടകളിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി ഡ്രസ്സുകൾ, ഓരോ ഡ്രസ്സുകൾ, വൈവിധ്യമാർന്ന ഓരോ ഡ്രസ്സുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, പുതിയ പുതിയ ഡിസൈനിലുള്ള ഓരോ സാധനങ്ങൾ. ഇന്ന് പുതിയ ഡിസൈൻ എത്തിയോ? എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ട്? നന്നായിട്ടുണ്ട്. ചേച്ചി സാധനം എടുത്തോ? സാധനം തന്നെ എടുത്തു. എന്തൊക്കെയാ എടുത്ത്? ഫ്രോക്കാണ് എടുത്തത്. ചേച്ചിക്കാണോ? പിന്നെ വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. എടുക്കാൻ നോക്കുന്നേ ഉള്ളൂ അല്ലേ? ഇതാ നോക്കൂ, ഈ ഷോപ്പിലേക്ക് വന്നാൽ കാണാം നിരവധി നല്ല രസകരമായ സാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നബിദിനവുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൂടി ഇവിടെ വരുന്നുണ്ട്. എടുത്തോ? നബിദിനം ആഘോഷിക്കാൻ എടുത്തോ? സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിനിടയിൽ അഭിലാഷം പെട്ടുപോകുന്നു തോന്നുന്നു. നല്ല തിരക്കുള്ള കട